മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ ഒരു സംവിധായകനാണ് ജോഷി മാത്യു. ചലച്ചിത്ര ഇതിഹാസം പി പത്മരാജന്റെ ശിഷ്യനായി സിനിമയിലെത്തിയ ഇദ്ദേഹം കലാമൂല്യമുള്ള ചിത്രങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 1984 പത്മരാജൻ സംവിധാനം ചെയ്ത പറന്നു 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 എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. പത്മരാജന്റെ പ്രശസ്തമായ ഇന്നലെ എന്ന സിനിമയിലൂടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1992 പുറത്തിറങ്ങിയ നക്ഷത്രക്കൂടാരം അദ്ദേഹം ആദ്യമായി സ്വതന്ത്രമായി സംവിധാനം ചെയ്തത്. നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ചിത്രത്തിന് 2012 മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 10ാം നിലയിലെ തീവണ്ടിക്ക് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം ഒരു സംവിധായകൻ എന്നതിലുപരി ഫിലിം സെൻസർ ബോർഡ് അംഗമായും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ടയുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. മലയാള കഥാസാഹിത്യത്തിലെ എണ്ണം പറഞ്ഞ കഥാകാരനായിരുന്നു സതീഷ് ബാബു പയ്യൻ. ഒരുപക്ഷെ ഒ വി വിജയനും പത്മരാജനും എം മുകുന്ദനും ഒക്കെ ശേഷം മലയാള ഭാഷ കണ്ട ഏറ്റവും നല്ല എഴുത്തുകാരൻ കൂടിയാണ് സതീഷ് ബാബു പയ്യൻ. സതീഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അടുക്കും ചിട്ടയില്ലാതെ പലതും പറയേണ്ടി വരും. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അതുപോലെയാണ്. ഒരുപാട് വായിച്ച് അറിഞ്ഞ ഒരാളാണ് സതീഷ് ബാബു പയ്യൻ. ആ കാലഘട്ടത്തിൽ ധാരാളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുകയും അങ്ങനെ സതീഷ് ബാബു എന്ന് പറയുന്ന പയ്യന്നൂർകാരനെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത ഒരാളാണ്. മെർക്കാറായിൽ ഇന്നലെ എന്ന് പറയുന്ന പത്മരാജന്റെ സിനിമയിൽ സംവിധാന സഹായിയായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ കലാകൗമുദി എന്ന വാരികയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാനാണ് സതീഷ് അവിടെ എത്തുന്നത്. കഥാകാരനെ നേരിട്ട് കണ്ടപ്പോൾ അതിയായ സന്തോഷവും അതിനേക്കാളുള്ള അത്ഭുതവും ഒക്കെ തോന്നി. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നെയും പത്മരാജനെയൊക്കെ ഒരു ചിരകാല സുഹൃത്ത് എന്ന പോലെ തന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ഒരുപാട് കാലത്തെ ബന്ധമുള്ള ഒരാളായിരുന്നു സതീഷ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. അത്ര അടുപ്പവും അടുത്തറ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ നല്ല ഭാഷയിലുമുള്ള സംസാരമായിരുന്നു സതീഷിൻ്റെ. സതീഷും ഞാനും കൂടെ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. സർക്കാരായിൽ അദ്ദേഹം വന്നു, ഞങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാനന്ന് സഹസംവിധായകനാണ്. പത്മരാജൻ എന്ന് പറഞ്ഞ അതിപ്രശസ്തനായ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, അദ്ദേഹത്തെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും കൂടിയാണ് സതീഷ് എത്തിയതെന്ന് സതീഷ് അന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ആ പരിചയപ്പെടൽ ഒരു വലിയ കാര്യത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തിലേക്കാണ് വഴിവെളിച്ചത്. സതീഷും ഞാനും കൂടി അവിടെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ത്രെഡ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ വെറുതെ സതീഷിനോട് പറഞ്ഞു. സതീഷ് അത് കേട്ടു, പോവുകയും ചെയ്തു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വല്ലപ്പോഴും STD ബുക്ക് ചെയ്ത് വിളിക്കും. പത്മരാജൻ എന്ന് പറയുന്ന എൻ്റെ ഗുരു, അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഗന്ധർവ് എന്ന സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ആ മരണത്തിൻ്റെ ആഹ്ലാദത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സതീഷിൻ്റെ ഫോൺ വന്നു. നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ പോയല്ലോ എന്ന് പറഞ്ഞു. വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചു. ഞാൻ സതീഷിനോട് പറയും, സതീഷ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നമുക്ക് നേരിൽ കാണാം എന്ന് പറയുകയും തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ കുക്കീസ് ഇൻ എന്ന് പറയുന്ന അന്ന് ആയുർവേദ കോളേജിലെടുത്ത ഒരു ഹോം സ്റ്റേ പോലെയുണ്ട്. അപ്പം ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. സതീഷ് വന്നു, ഞങ്ങൾ തമ്മിൽ വെറുതെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എങ്ങനെയോ പണ്ട് ഞാൻ പറഞ്ഞ ഒരു ടീച്ചറും കുട്ടികളും കൂടെ ഉള്ള ബന്ധത്തിൻ്റെ കഥ സതീഷ് എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഞാനത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കഥയാണ്. സതീഷ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇതൊരു സ്ക്രിപ്റ്റ് ആക്കിക്കൂടാ? ഞാൻ പറയും, പ്രൊഡ്യൂസർ ഇല്ല, നമുക്ക് പ്രൊഡ്യൂസറൊക്കെ വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ പിരിഞ്ഞു.
പക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കോട്ടയത്തുള്ള 2 ചെറുപ്പക്കാരെന്നെ നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് സമീപിക്കുകയും പത്മരാജൻ മരണമടഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലിരുന്ന് ഞാൻ പെട്ടെന്നൊരു സിനിമ ചെയ്യാനുള്ള 1 വർഷം കഴിഞ്ഞെന്ന്, എന്നിട്ട് പോലും അദ്ദേഹം എൻ്റെ മനസ്സിലും പോയിട്ടില്ല, ഇന്നും പോയിട്ടില്ല. എന്തായാലും സതീശിനെ വിളിക്കുന്നു. സതീശും ഞാനും പ്രൊഡ്യൂസേഴ്സുമായിട്ടിരുന്ന കഥ പറയുന്നു. അവർക്ക് ആ കഥ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ രചനയിലേക്ക് കടക്കുകയാണ്. ഇതേ കുക്കീസ് ഇന്നിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ എഴുത്താരംഭിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ നക്ഷത്രക്കൂടാരം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ അന്ന് പേരിട്ടിട്ടില്ല, തയ്യാറാക്കി. അപ്പോൾ ആർട്ടിസ്റ്റുകളെ തീരുമാനിച്ചു. സുരേഷ് ഗോപി, ശ്വേത. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വൈകിട്ട് സുരേഷ് ഗോപി വരും ഈ കുക്കീസിൽ തൻ്റെ. അപ്പോൾ സുരേഷ് ഗോപി അഭിനയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ പപ്പേട്ടൻ്റെ ഇന്നലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് എന്നിലും ഒരു വിശ്വാസം ഉണ്ടായി. പത്മരാജൻ്റെ കൂടെയുള്ള ഒരാളാകുമ്പോൾ മോശമായ ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി ദിവസവും കുക്കീസിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കും. അദ്ദേഹത്തിൻ്റെ റോൾ എന്തായി എന്ന് പറയും. ഞങ്ങളങ്ങനെ വിട്ടു പറയാറില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ തൊട്ട് തൊഴിലൊക്കെ പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസവും വരും. അങ്ങനെ എല്ലാ ദിവസവും തന്നെ അദ്ദേഹം വരുമായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കി. അപ്പം സതീശ് നന്നായിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് സതീശ് അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിച്ച് സുരേഷ് ഗോപി അങ്ങ് പോവുകയും ചെയ്യും. അവസാനം ഈ സിനിമ പൂർത്തീകരിച്ചു. സിനിമ അത്യാവശ്യം ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയുന്ന മനോരാജ്യ ഫിലിംസ് റിലീസ് ചെയ്തു. നല്ലൊരു പേരെനിക്ക് ഉണ്ടാക്കി തന്നു. ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകളിൽ. അപ്പോൾ ഇതിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായത് സതീഷ് ബാബുവിൻ്റെ എഴുത്തിൽ നിന്നാണ്. മനോഹരമായ ചില വരികൾ, ചില ഓർമ്മപ്പെടുത്തലൊക്കെ ഈ സിനിമയിൽ അദ്ദേഹം എഴുതി വെച്ചു. അതിൻ്റെ ക്ലൈമാക്സിൽ ഈ കുട്ടികളെ പിരിഞ്ഞ് ടീച്ചർ ശ്വേത ചെയ്ത റോള് പോകുന്ന സമയത്തൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന ചില നല്ല ഡയലോഗ്സ്, അസാമാന്യമായ മെയ്വഴക്കം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരന് മാത്രം കഴിയുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. സതീഷ് തുടങ്ങിയ ചാനലിന് വേണ്ടി ചിലപ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പപ്പേട്ടൻ്റെ വീടുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ അച്ചടിച്ചു വന്നത്, ആരോരും അറിയാം. ആ കഥ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹം ഒരിക്കലും നമ്മെ വിട്ടുപോകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല. ആരോട് പറഞ്ഞാലും സതീഷ് ബാബു ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പോലും ശ്രീ കമൽ ഇവിടെ വന്നപ്പോഴേ കമലിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗിരിജയെ പരിചയപ്പെടുത്തിയപ്പം അദ്ദേഹം സങ്കടത്തോടുകൂടി പറഞ്ഞു, സതീഷ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു, അദ്ദേഹം വിട്ടുപോയി എന്ന് ഒരിക്കലും ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അസാമാന്യം. അദ്ദേഹം അവസാനം എഴുതിയ കഥ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അല്ലെങ്കിൽ ആ കഥാകാരൻ എഴുതി വച്ചിരിക്കുന്നത് അതിലെ നായകൻ്റെ സഹധർമ്മിണി മരണമടഞ്ഞു കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്. അതിപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുകയാണ്. സതീഷ് പോയി കഴിഞ്ഞ് ഉള്ള ജീവിതം ഗിരിജ പറഞ്ഞ് കുറേയൊക്കെ എനിക്കറിയാം. സാമ്പത്തിക കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്നത്. അത് അദ്ദേഹം കഥയിലൂടെ ഒരു എന്താ പറയുന്നത്, ഒരു ഫോർകാസ്റ്റ് പോലെ, അല്ലെങ്കിൽ വരാനിരിക്കും എന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വന്ന് സംഭവിക്കുകയാണ്. അതുപോലെയുള്ള ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കലാകാമെന്ന് കരുതുന്നു. സതീഷ് എന്നും ഞങ്ങളിലൂടെ ജീവിക്കുന്നു. സതീഷ് ചെയ്ത 1-2 സിനിമകൾ മാത്രം മതി അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ. നക്ഷത്രക്കൂടാരം, ഓഫാബി തുടങ്ങിയ അതൊക്കെ ഉള്ളിടത്തോളം കാലം സതീഷ് അറിയപ്പെടും. സതീഷ് ബാബു പയ്യന്നൂരെന്ന് പറഞ്ഞാൽ ഉടനെ ആരും ചോദിക്കുന്ന, അയ്യോ നക്ഷത്രക്കൂടാരം എഴുതിയ ആളല്ലേ, ഓഫാബി എഴുതിയ ആളല്ലേ. അപ്പം അതങ്ങനെ അദ്ദേഹം സിനിമയിലൂടെ കൂടെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതുപോലെയുള്ളൊരു മാർക്കൂടെ, അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ എന്നുള്ള ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള ഒരു അടയാളപ്പെടുത്തലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. ഇനി ഒരിക്കലാകാം ബാക്കിയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.